എല്ലാം തുടങ്ങുന്നത് മൻസൂറിന്റെ അച്ഛന്റെ മരണത്തോടെയാണ്. ഒരു പക്ഷേ മൻസൂർ ചെയ്യുന്നതെല്ലാം ഒരു വലിയ തെറ്റിദ്ധാരണ പുറത്താണെങ്കിലോ മൻസൂറിനോട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിരുന്നത്, പക്ഷേ അവന്റെ ശരീരത്തിന് അവനോട് പറയാനുണ്ടായിരുന്നത് വേറെ ഒരു കഥയാണ്. നമുക്ക് പതുക്കെ ആംബുലൻസിൽ വെച്ച് തന്നെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രാവശ്യം മൻസൂർ പേടിയോടെ മനസ്സിലാക്കാണ് മൂപ്പരുടെ ആയുസ് കുറഞ്ഞു പോകുന്ന പോലെ. അങ്ങനെ അവസാനം മൻസൂർ ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. മൻസൂർ എന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. എല്ലാ മാസവും പേടിച്ചിട്ട് മൂപ്പര് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മൻസൂറിന്റെ അച്ഛൻ കൊളസ്ട്രോൾ കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മൻസൂർ ചെയ്യുന്നതെല്ലാം ഒരു വലിയ തെറ്റിദ്ധാരണ പുറത്താണെങ്കിലോ മൻസൂറിനോട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിരുന്നത് അവന്റെ കൊളസ്ട്രോൾ ആണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ളതാണ്. പക്ഷേ അവന്റെ ശരീരത്തിന് അവനോട് പറയാനുണ്ടായിരുന്നത് വേറെ ഒരു കഥയാണ്. നമുക്ക് മൻസൂറിന്റെ കഥ എന്താണെന്ന് നോക്കാം. ഒരുപക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും കൊളസ്ട്രോളിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ തിരുത്തേണ്ടതായിട്ട് വന്നേക്കാം. എല്ലാം തുടങ്ങുന്നത് മൻസൂറിന്റെ അച്ഛന്റെ മരണത്തോടെയാണ്. അദ്ദേഹം വളരെ ഫിറ്റായിരുന്നു, ആക്റ്റീവായിരുന്നു, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, ഭക്ഷണത്തിലെ ചിട്ടകളുള്ള ഒരാളായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു, കുഴഞ്ഞു വീഴുന്നു. ആംബുലൻസിൽ അച്ഛനെ കൊണ്ടുപോകുമ്പോൾ മൻസൂർ കൂടെ ഇരുന്നിട്ടുണ്ട്. പതുക്കെ ആംബുലൻസിൽ വെച്ച് തന്നെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മൻസൂറിന്റെ അച്ഛൻ മരിക്കുകയാണ്. മൻസൂറിന്റെ അച്ഛന്റെ കൊളസ്ട്രോൾ വളരെ കൂടുതലായി. എല്ലാ ഡോക്ടർമാരും മൻസൂറിനോട് പറഞ്ഞു അച്ഛന്റെ കൊളസ്ട്രോൾ കൂടിയത് കാരണമാണ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നത്, അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ഇത് കേട്ട അന്ന് മുതൽ മൻസൂറിന്റെ മനസ്സിൽ കൊളസ്ട്രോൾ ഒരു പേടി സ്വപ്നമായിട്ട് മാറുകയാണ്. മാത്രമല്ല അച്ഛനെ കൊന്നത് കൊളസ്ട്രോൾ ആണെന്ന് മൻസൂർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഓരോ പ്രാവശ്യം സ്വന്തം കൊളസ്ട്രോൾ നോക്കുമ്പോൾ മൻസൂറിന് അച്ഛൻ്റെ മരണവും ആംബുലൻസും ഡോക്ടർമാർ പറഞ്ഞതുമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരും. അങ്ങനെ പതുക്കെ വർഷങ്ങൾ കടന്നു പോയപ്പോൾ മൻസൂറിന് കൊളസ്ട്രോൾ ഒരു ഭ്രാന്തായിട്ട് മാറി. എല്ലാ മാസവും മറക്കാതെ അദ്ദേഹം പോയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം മൻസൂർ പേടിയോടെ മനസ്സിലാക്കാണ് അദ്ദേഹത്തിൻ്റെയും കൊളസ്ട്രോൾ കൂടി തുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം. അതോടെ മൻസൂർ പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റിമറിക്കുകയാണ്. യൂട്യൂബ് കാണുന്നു, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, ഭക്ഷണത്തിലെ ഡയറ്റിങ് നോക്കുന്നു, പലരും പറഞ്ഞേ കേട്ടിട്ട് ചില സപ്ലിമെന്റ്സുകൾ ഉപയോഗിക്കുന്നു, എക്സർസൈസ് കൂട്ടുന്നു, കോഴിമുട്ട ഒഴിവാക്കി, ഇറച്ചി ഒഴിവാക്കി, പൊരിച്ചത് വറുത്തതൊന്നും കഴിക്കാണ്ടായി. ഹോട്ടലിലും ഫംഗ്ഷനിലൊക്കെ ചെന്നാൽ ഭക്ഷണം വളരെ സെലക്ട് ചെയ്തിട്ട് മാത്രമേ മൻസൂർ കഴിക്കുള്ളൂ. വളരെ ബുദ്ധിമുട്ടായിരുന്നു മൻസൂറിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ കൂടുള്ളവരൊക്കെ നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കുമ്പോൾ മൻസൂറിന് ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ചെയ്തിട്ടും മൻസൂർ റിപ്പോർട്ട് നോക്കുമ്പോൾ കൊളസ്ട്രോൾ എപ്പോഴും കുറേശ്ശെ കൂടി തന്നെയാണ് നിൽക്കുക. ഇത് കാണുമ്പോൾ മൻസൂറിന്റെ പേടി കൂടി വരികയാണ്. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ റിപ്പോർട്ട് കാണുമ്പോൾ മൂപ്പരുടെ മനസ്സിൽ മൂപ്പരുടെ ആയുസ് കുറഞ്ഞു പോകുന്ന പോലെ, ഒരു ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന പോലെ, എന്ന് വെച്ചാൽ മരണം അടുത്തു വരുന്ന പോലെയാണ് മൻസൂറിന് തോന്നുന്നത്. മാത്രമല്ല മൻസൂർ സപ്ലിമെന്റ് കഴിച്ചിട്ടോ ഡയറ്റ് ചെയ്തിട്ടോ ഒന്നും മൂപ്പരുടെ കൊളസ്ട്രോൾ കുറയുന്നില്ല. അതോടെ മൻസൂറിന്റെ കുടുംബജീവിതമൊക്കെ താളം തെറ്റാണ്. മൂപ്പരുടെ ലൈഫിലെ എല്ലാ കാൽക്കുലേഷനും കൊളസ്ട്രോൾ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷന് പോകാൻ പറ്റുമോ, വീട്ടിലൊരു പാർട്ടി നടത്താൻ പറ്റുമോ, പലപ്പോഴും സുഹൃത്തുക്കളെ മൂപ്പര് ഫോൺ വിളിക്കാണ്ടായി, കുടുംബത്തിൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ അവസാനം മൻസൂർ ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. മൻസൂർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു. അത്രയും കാലം എടുത്ത കൊളസ്ട്രോളിന്റെ റിപ്പോർട്ടെല്ലാം ഒരു വലിയ ഫയലിൽ മൂപ്പര് വെച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ വളരെ ക്ഷമയോടെ മൻസൂറിന്റെ കഥ മുഴുവൻ കേട്ടു. ഈ ഫയലൊക്കെ എടുത്ത് മറിച്ച് നോക്കി, ലേറ്റസ്റ്റ് റിപ്പോർട്ട് അടക്കം ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ മൻസൂറിനോട് പറഞ്ഞു, മൻസൂർ, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം കൊളസ്ട്രോൾ അല്ല. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു നമ്പറോ റിപ്പോർട്ടോ അല്ല. നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ളൊരു വസ്തുവാണ് കൊളസ്ട്രോൾ. അതൊരു ശത്രുവായിട്ട് നിങ്ങൾ കാണരുത്. ഒരു കാരണവശാലും ഈ കൊളസ്ട്രോളിന്റെ നമ്പർ നോക്കിയിട്ട് അതിനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത്ര ഒരു സിമ്പിൾ സംഭവമല്ല. അത് ഒരുപാട് കോംപ്ലക്സ് കാര്യങ്ങൾ അതുമായി ചുറ്റിപ്പറ്റിയുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും ഭിത്തി ഉണ്ടാക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. അതുപോലെ പ്രധാനപ്പെട്ട പല ഹോർമോണുകളും ഉണ്ടാവണമെങ്കിൽ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. മാത്രമല്ല നമ്മളെ ഞരമ്പുകളുടെ, നാഡികളുടെ ഫംഗ്ഷൻ, ജോലി, പ്രവർത്തനം നേരാവണ്ണം നടക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. നമ്മുടെ ഹൃദയത്തിന് കൊളസ്ട്രോൾ വേണം, ബ്രെയിനിന് കൊളസ്ട്രോൾ വേണം. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും കൊളസ്ട്രോൾ നിർബന്ധമാണ്. ഇത് കേട്ടപ്പോൾ മൻസൂർ ഞെട്ടി. എന്ന് വെച്ചാൽ മൻസൂർ വിചാരിക്കുന്ന പോലെ ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എന്നുള്ളതല്ല. കൊളസ്ട്രോളിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മൻസൂർ മനസ്സിലാക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന LDL അതുപോലും ശരീരത്തിന് ആവശ്യമുള്ള ഒരു സംഭവമാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നമ്മൾ കൊളസ്ട്രോൾ ഒരു പരിധിയിലപ്പുറം കുറക്കാൻ ശ്രമിക്കുന്നതിന് ചില ദോഷങ്ങളുണ്ട് എന്നുള്ള പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. പലപ്പോഴും കൊളസ്ട്രോളിനേക്കാളും പ്രശ്നം ഉണ്ടാക്കുന്നത് ഷുഗർ, പ്രഷർ, പുകവലി ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ്. അപ്പൊ മൻസൂർ മൂപ്പരുടെ പുതിയ റിപ്പോർട്ട് എനിക്കെടുത്ത് കാണിച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു, ഡോക്ടറെ, LDL, HDL
പിന്നെ VLDL എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ, ഇതൊക്കെ ഇതിലുണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഞാൻ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് പേടി വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മൻസൂർ, ഞാൻ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞുതരാം. LDL എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് LDL ആണ്. ഈ LDL ആണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊളസ്ട്രോൾ എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഇത് രക്തക്കൊഴലുകളിൽ പതുക്കെ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് HDL എന്താണെന്ന് നോക്കാം. HDL ആണ് സാധാരണ നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ ആളുകൾ വരും, അതുപോലെയാണ് HDL സാധാരണഗതിയിൽ രക്തക്കൊഴലിനകത്ത് അടിഞ്ഞുകൂടിയ കൊളസ്ട്രോളിനെ ക്ലീൻ ചെയ്ത് മാറ്റും. എന്നിട്ട് അതിനെ ലിവറിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ പതുക്കെ രക്തക്കൊഴൽ ക്ലീൻ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിനെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. പിന്നെ മൻസൂർ ഇപ്പോൾ ചോദിച്ച VLDL അതെന്താണ്? അത് സാധാരണഗതിയിൽ കൊളസ്ട്രോളിനകത്ത് തന്നെയുള്ള ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കൊളസ്ട്രോളിനെ രക്തക്കൊഴലുകളിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് VLD. ഞാൻ മൻസൂറിനോട് പറഞ്ഞു, മൻസൂർ, ഈ പറഞ്ഞ എല്ലാ കൊളസ്ട്രോളുകളും, അതായത് LDL, HDL, VLDL, ഇതിനെല്ലാം ഒരു ബാലൻസിൽ കൊണ്ട് നടക്കുകയാണ് നമ്മൾ വേണം. അതല്ലാതെ ഏതെങ്കിലും ഒരു നമ്പറിനെ മാത്രം നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ LDL വളരെ കൂടിയാൽ തീർച്ചയായിട്ടും അത് ദോഷം ഉണ്ടാക്കും. പക്ഷേ HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ തീർച്ചയായിട്ടും നമ്മളെ സംരക്ഷിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ HDL കൂടിക്കഴിഞ്ഞാൽ LDLന്റെ ദോഷങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ LDLും HDLും ഒരു ബാലൻസിൽ കൊണ്ട് നടക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിനെ 0ലേക്ക് എത്തിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഞാൻ മൻസൂറിനോട് അവൻ ഇതുവരെ അറിയാത്ത ഒരു പ്രധാന കാര്യം പറഞ്ഞു കൊടുത്തു. അതായത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ 75% കാരണം സ്വന്തം ലിവറാണ്, കരളാണ്. എന്ന് വെച്ചാൽ ഭക്ഷണത്തിലൂടെ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നത്. സ്വന്തം ലിവർ തന്നെ കൊളസ്ട്രോൾ അമിതമായി ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഭക്ഷണക്രമം ചെയ്യുന്നവർക്ക് പോലും, അതല്ലെങ്കിൽ മെലിഞ്ഞ ആളുകൾക്ക് പോലും കൊളസ്ട്രോൾ കൂടുതലായിട്ടും കണ്ടുവരും. അപ്പം മൻസൂർ എന്നോട് ചോദിച്ചു, ഡോക്ടറെ, ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ പേടി മാറുന്നില്ല, എനിക്ക് കൊളസ്ട്രോളിൻ്റെ ഒരു ഗുളിക എഴുതി തരൂ. ഞാൻ കേട്ടിട്ടുണ്ട് കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചാൽ ഗ്യാരണ്ടീഡ് ആയിട്ട് കൊളസ്ട്രോൾ നോർമലാവും. ഞാൻ മൻസൂറിനോട് പറഞ്ഞു, മരുന്നുകളുണ്ട്, സ്റ്റാറ്റിൻ എന്നാണ് ഈ മരുന്നിന് പറയാം. ഇത് വളരെ പവർഫുൾ ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോർമലിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. മാത്രമല്ല, ഈ ഗുളിക കഴിക്കുന്ന പലർക്കും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനൊക്കെ ഉള്ള റിസ്ക് ഒരുപാട് കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ മൻസൂറിനിപ്പോൾ ഗുളിക കഴിക്കാനുള്ള സമയമായിട്ടില്ല. ഭക്ഷണത്തിലെ ചിട്ടകളിൽ മൻസൂർ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കണ്ടത് മാത്രമല്ല, ഒരുപാട് വേറെയും കുറച്ച് കാര്യങ്ങൾ ഇതിൽ അറിയേണ്ടതുണ്ട്. അതൊക്കെ ഒരു ഡയറ്റീഷ്യൻ്റെ ഗൈഡൻസോടെ പ്രോപ്പറായിട്ട് നമുക്ക് ശരിയാക്കിയെടുക്കാം. പിന്നെ കൃത്യമായിട്ടുള്ള ചില എക്സർസൈസുകളും ഞാൻ പറഞ്ഞുതരാം. അതുമായിട്ട് നമുക്കൊരു 3 മാസം മുന്നോട്ട് പോകാം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്റ്റാറ്റിൻ മരുന്നുകൾ തുടങ്ങാം. അതുപോലെ തന്നെ HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ചില എക്സർസൈസുകളുണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ ആരോഗ്യപരമായ കൊളസ്ട്രോൾ കൂട്ടുന്ന ചില ഭക്ഷണങ്ങളുണ്ട്, അതൊക്കെ എന്താണെന്ന് ഡയറ്റീഷ്യൻ പറഞ്ഞു തരും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ മൻസൂർ എന്നോട് ചോദിച്ച വേറെ കാര്യം, ഇനിയിപ്പോൾ കൊളസ്ട്രോൾ എൻ്റെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, അത് ഹാർട്ടിന് കേട് വരുത്താൻ സാധ്യതയുണ്ടെങ്കിൽ, അത് മുൻകൂട്ടി അറിയാനുള്ള ചില ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എനിക്കൊന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ മൻസൂറിനോട് പറഞ്ഞു, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ മൻസൂറിന് ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതും അച്ഛൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എല്ലാ വർഷവും ത്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് റിസ്ക് മുൻകൂട്ടി അറിഞ്ഞ് തടയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും. മൻസൂർ ഇപ്പോഴും എന്നെ കാണിക്കാൻ വരാറുണ്ട് പലപ്പോഴും. പണ്ടത്തെ പോലെ എല്ലാ മാസവും ടെൻഷൻ അടിച്ച് വരാറില്ല, വല്ലപ്പോഴും ഒരിക്കലൊന്ന് കാണാൻ വരും. വളരെ ഹാപ്പിയാണ്. കൊളസ്ട്രോളൊക്കെ ഇപ്പോൾ നല്ല കൺട്രോൾഡാണ്. ഇനി വല്ലപ്പോഴും കൊളസ്ട്രോൾ കൂടുകയാണെങ്കിൽ തന്നെ മൂപ്പർക്ക് അറിയാം, പാനിക് അടിക്കേണ്ട ആവശ്യമില്ല. വർഷത്തിലൊരിക്കൽ അദ്ദേഹം നിർബന്ധമായിട്ടും ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ പുള്ളിക്ക് കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള ഒരു അപകടവും ശരീരത്തിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പം മൂപ്പർക്ക് അറിയാം, കൊളസ്ട്രോളായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തം ശരീരത്തിൻ്റെ ആരോഗ്യം ഒരുമിച്ച് നോക്കിയാൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്.